ജോയ്സ് ഡാനിയൽ കൂടി ചേരുകയാണ്. ജോയ്സ് ഡാനിയൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സുജയ്, ഏതായാലും ജമ്മുകാശ്മീരിലെ ടൂറിസം പുനഃസ്ഥാപിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിവും ആത്മവിശ്വാസവുമുണ്ട്. അമർനാഥ് യാത്ര വിജയകരമായി നടത്തും. ജൂലൈ 3 യാത്ര ആരംഭിക്കും. 39 ദിവസം നിലനിൽക്കുന്ന അമർനാഥ് യാത്ര വിജയകരമായി പൂർത്തിയാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. അതായത് നിലവിൽ ടൂറിസം ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ അത് തന്നെയാണ് ഭീകരവാദികൾ വ്യക്തമായും കേന്ദ്രീകരിച്ചിരുന്നത്. അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജമ്മുകാശ്മീരിലെ അന്തരീക്ഷം തകർക്കാൻ കഴിയും. അങ്ങനെ അന്തരീക്ഷം തകർത്താൽ അത് വലിയ നേട്ടം ഈ പറയുന്നത് പോലെ ഭീകരവാദികൾക്ക് ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇന്ത്യയിലെ ജനങ്ങളുടെ കഴിവും അവരുടെ ഇതിലുമായി ബന്ധപ്പെട്ടുള്ള നിലപാടും ഒക്കെ തന്നെ കൃത്യമായി അറിയാം. അതുകൊണ്ട് അമർനാഥ് യാത്ര വളരെ കൃത്യമായി തന്നെ നടത്തും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി തന്നെയാണ് ഇപ്പോൾ പീയൂഷ് ഗോയൽ നൽകിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കർശനമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ജമ്മു കാശ്മീരിനെ തകർക്കാൻ കഴിയില്ല. അവിടുത്തെ ടൂറിസം വികസനം അത് കർശനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു തരത്തിലും ഭീകരവാദികൾക്ക് വേണ്ടി ജമ്മു കാശ്മീർ ഇനി തുറന്നു നൽകില്ല എന്ന ഒരു ഉറപ്പ് തന്നെയാണ് കേന്ദ്രം ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ടൂറിസത്തെ അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറയുന്നതിന്റെ പിന്നിലുള്ള അർത്ഥം ഒരു തരത്തിലും ഇനി ടൂറിസത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ, അതായത് ജമ്മു കാശ്മീരിന്റെ ഏറ്റവും വലിയ നിലനിൽപ്പ് ഇപ്പോൾ സുജയ് സൂചിപ്പിച്ച പോലെ തന്നെ അത് ടൂറിസം തന്നെയാണ്. ആ ടൂറിസം മേഖല വികസിച്ചപ്പോൾ അത് വലിയ രീതിയിൽ ജമ്മു കാശ്മീരിൽ വലിയ നേട്ടമുണ്ടാക്കി. പക്ഷേ ആ നേട്ടം അത് തകർക്കാനുള്ള ഭീകരവാദികളുടെ ശ്രമം അത് ഒരു തരത്തിലും വിജയിപ്പിക്കാൻ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് പുനഃസ്ഥാപിക്കും, ടൂറിസം പുനഃസ്ഥാപിക്കും. അതിനൊപ്പം തന്നെ അമർനാഥ് യാത്രയും ഇത്തവണ വളരെ ഗംഭീരമായി സുരക്ഷയോടുകൂടി നടത്തുമെന്ന് തന്നെയാണ് പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് അതിന് മുൻപ് തന്നെ ഈ പ്രദേശം തുറന്നു കൊടുത്തതിൽ ചില സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ജമ്മു കാശ്മീർ സുരക്ഷിതമാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തെളിയിക്കുമെന്ന് തന്നെയാണ് പീയൂഷ് ഗോയൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കശ്മീരിന്റെ ആശങ്ക അകറ്റുക അതുകൂടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. ആദിൽ പാലോട് മുറാനിൽ നിന്ന് തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരന്റെ വീട് തകർത്തയിടത്തു നിന്നുള്ള വിവരങ്ങളാണ് ആദിൽ എത്തിച്ചത്. ഒപ്പം പഹൽഗാമിൽ നിന്നുള്ള വിവരങ്ങൾ നോബിൾ മാരിക്കാരൻ, ദില്ലിയിൽ നടക്കുന്ന യോഗങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ജോയ്സ് ഡാനിയലും എത്തിച്ചുകൊണ്ടിരിക്കുന്നു പ്രേക്ഷകരിലേക്ക്.